രാജാധിരാജൻ പിറന്നു, പാരിന്റെ നാഥൻ പിറന്നു. ഗോശാലയിൽ പുൽമെത്തയിൽ രക്ഷകനീശോ പിറന്നു. രാജാധിരാജൻ പിറന്നു, പാരിന്റെ നാഥൻ പിറന്നു. ഗോശാലയിൽ പുൽമെത്തയിൽ രക്ഷകനീശോ പിറന്നു. വിണ്ണിൻ നാഥനായ ഈശോ ബത്ലഹേമിൽ ഇന്നു പിറന്നു വീണിതാ. വിണ്ണിൻ നാഥനായ ഈശോ ബത്ലഹേമിൽ ഇന്നു പിറന്നു വീണിതാ. രാജരാജനീശുവിനെ ഹൃത്തിലെന്നും സ്വീകരിച്ചിടാ. ത്രിയേക ദൈവത്താൽ നിങ്ങൾ അനുഗ്രഹീതരാവട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധമായ നോമ്പിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് നാം നീങ്ങുകയാണ്. നോമ്പ് നോക്കിയവരുടെ വലിയൊരു നിര നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടോ? നോമ്പ് ഒരു വസന്തകാലമാണ് എന്ന് മറന്നു പോകരുത്. അത് ഒറ്റയ്ക്ക് പൂത്ത് തളിർക്കുവാനുള്ളതല്ല. അത് എല്ലാവരും ചേർന്ന് തളിർത്ത് പൂക്കുവാനുള്ളതും സുഗന്ധം പൂശുവാനുള്ളതുമാണ് എന്ന് ചിന്തിക്കുക. 40 ദിവസം നോമ്പ് നോറ്റ മോശയും ഏലിയാവും കർത്താവും നമ്മുടെ പിതാക്കന്മാരും ഒക്കെ ധ്യാനാത്മകമായി ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളിലൂടെ കടന്നു വന്നിട്ടുണ്ട്. വിശുദ്ധനായ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 44-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ഏത് വൃക്ഷത്തെയും ഫലം കൊണ്ടറിയാം. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മിലേക്ക് നോക്കാം. ഒരു ഇമ്മാനുവേൽ ജാതം ചെയ്യുന്നു. ഇമ്മാനുവേൽ എന്നാൽ ദൈവം നമ്മോട് കൂടെ. എൻ്റെ ദൈവവും ഞാനും തമ്മിലുള്ള ദൂരം എത്ര അധികമാണ് എന്നൊന്ന് മനസ്സിലാക്കുക. ആ ദൂരം കുറച്ച് കുറച്ച് കൊണ്ടുവരുമ്പോൾ ദൈവം നമ്മോട് കൂടെ. സത്യത്തിൽ നമ്മുടെ ജീവിതത്തിലെ എന്ത് കണ്ടിട്ട് ദൈവം നമ്മുടെ കൂടെ ഇരിക്കും? മനുഷ്യരെ മാലാഖമാരെ പോലെ ആക്കി തീർക്കുന്ന ആ കർത്താവിന് നമ്മളിൽ നിന്ന് ആവശ്യം നമ്മുടെ ആത്മാവിൻ്റെ ശോഭയാണ് എന്ന് ചിന്തിക്കണമേ. ഇവിടെ നല്ല ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷങ്ങളായി ഞാനും നിങ്ങളും തീരട്ടെ. ആത്മാവ് ശക്തിയില്ലാത്തതാവരുത്. അതിനു വേണ്ടുന്ന ശുശ്രൂഷ ചെയ്യണം. ഈ നോമ്പിൻ്റെ അവസാനം തമ്പുരാൻ വെട്ടിക്കളയാൻ പറയാതെ വീണ്ടും തനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ തക്കവണ്ണം അവനെ ശക്തിപ്പെടുവാൻ അനുവദിക്കുന്ന ഒരവസ്ഥയിലേക്ക് നാം ഉയരേണ്ടിയിരിക്കുന്നു. അതിന് ദൈവം നമ്മെ യോഗ്യരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹീതമായ ഒരു നോമ്പിൻ്റെ പൂർത്തീകരണത്തിനും ശുദ്ധീകരണത്തിനും ചേർന്ന് നിന്നുകൊണ്ട് വിശുദ്ധമായ ക്രിസ്മസിലേക്ക് പ്രവേശിപ്പാൻ എല്ലാവർക്കും ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭരാത്രി നേരുന്നു. നിങ്ങളുടെ ജോൺ ബോൾ കോറപ്പിസ്കോപ്പ അച്ഛൻ.